ആമോദത്തോടെ വസിക്കും കാലം ആപത്തന്മാർക്കും ഒട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊടിവചനം കള്ളം പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ തിരുവോണ പുലരിതൻ തിരുവുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുനേഴും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ആലായ തറ വേണം അടുത്തൊരമ്പലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം ആലായ തറ വേണം അടുത്തൊരമ്പലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം കുളിപ്പാനായി കുളം വേണം കുളത്തിൽ ചെന്താമര വേണം കുളിച്ചു ചെന്നകം പൂക്കാൻ ചന്ദനം വേണം ആലായ തറ വേണം അടുത്തൊരമ്പലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം ഉത്രാടപ്പൂനിലാവേ വാ ഉത്രാടപ്പൂനിലാവേ വാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാച്ചുരത്താൻ വാ 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 ഉത്രാടപ്പൂനിലാവേ വാ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം പിന്നെ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി പിന്നെ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി പൂനെല്ലിൻ പൂമറ്റം തോറും നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം മകൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ കഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാറിക്കാറും ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാറിക്കാറും ബഹുമാനപ്പെട്ട അഖിലച്ച ട്രസ്റ്റി സെക്രട്ടറി പുതിയ ഇടവക അംഗങ്ങളെ നമ്മൾ ആഞ്ഞിലകൊണ്ട ഇടവക കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെ ഒരു സമയമാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ അഭിവന്യ പിതാവ് നമ്മുടെ ആഞ്ഞിലകൊണ്ട ദേവാലയത്തിൽ നമ്മുടെ ഈ ചെറിയ ഓണാഘോഷ കൂട്ടായ്മയിൽ വരികയും നമ്മളോടൊപ്പമായിരിക്കുകയും ചെയ്യുന്ന ഈ നിമിഷത്തിന് പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് അഭിവന്യ പിതാവിനെ ബഹുമാനപ്പെട്ട അഖിലച്ചനെ നമ്മുടെ അപ്പച്ചാക്കൽ വിജയവള്ളി വികാരിയച്ഛനാണ് നമ്മുടെ അഖിലച്ചൻ. അച്ഛനെയും ഏറെ സ്നേഹത്തോടെ ഇടവകയുടെ പേരിൽ ബഹുമാനപ്പെട്ട ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ടല്ലേ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങൾ കുറച്ച് കൈമനസ്ഥന നടത്തി ഇനി കലാവസ്ഥയിലുണ്ടെങ്കിൽ വടപൊരി കിടക്കുന്നു. ഇങ്ങനെ കുറച്ച് കഴിച്ചിട്ടാണോ?
രാവിലെ കുഴിപ്പുണ്ടാക്കി എല്ലാവരും പോയി ഞങ്ങളാരും പോയില്ല ഇവിടെ തന്നെ അങ്ങോട്ട് പോയി ക്ലാസ്സിൻ്റെ കഴിച്ചു പരിലക്ഷൻ്റെ ശാസ്ത്രത്തിന് പ്രത്യേകമായ സന്തോഷം. ചെറിയ ഇടവക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ വീടുകളെല്ലാം കയറിയതാണ്. വിശ്വാസത്തിലും കൂട്ടായ്മ അനുഭവത്തിലും വലിയ ഒരു ഇടവകയുടെ ഒരനുഷ്ഠാനമാണ്. ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് ചേർന്ന് ഇതുപോലെ ഒരു മേടയൊക്കെ പങ്കെടുത്ത് അച്ഛന്മാരോട് വരുന്നവർക്കെല്ലാം വാർക്കാനിടവും അവരുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട് എന്ന് ബോധ്യപ്പെടത്തക്കവണ്ണം പ്രവർത്തനങ്ങളുമാണ്. അത് നമ്മുടെ ഈ ഇടവകയുടെ പാരമ്പര്യവും ഈ അവസരത്തിൻ്റെ ഈ ഓണസമയം നമ്മുടെ നാട് മുഴുവനും ഒന്നിക്കുന്ന സന്തോഷം പങ്കുവയ്ക്കുന്നു. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദതയുടെയും ആഹ്ലാദത്തിൻ്റെയും താളങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ഇടവക കൂട്ടായ്മ ഒന്നായി ചേർന്ന് ജനപ്രതിനിധികളെ ചേർത്ത് ഇതുപോലെ ഈ ദിവസം ചിലവഴിക്കാനിടയായി തീരുന്നത് വളരെ അഭിപ്രായമാണ്. സന്തോഷം. നല്ല കാലം ഉണ്ടായിരുന്നു, നല്ല കാലം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലത്തെ പറ്റി പലപ്പോഴും നമ്മുടെ ഓർമ്മകൾ നനഞ്ഞെടുക്കുമ്പോൾ നല്ല ഓർമ്മകളാണ് നമ്മൾ ആലോചിക്കുന്നത്. സാമൂഹ്യമായ ഒരു തലത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ കാലത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു കാലം. കൃഷിയുടെ സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ഓണത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത്. അതുപോലെ മഹോത്സവങ്ങൾ, ഇവിടെ അറപ്പുരകളെല്ലാം നിറയുന്ന വിളവെടുപ്പിൻ്റെ കാലഘട്ടം. ചിങ്ങമാസത്തിലെ വിളവെടുപ്പിൻ്റെ ആദ്യ ഫലങ്ങൾ തന്നെ നാം സൂചനയിലേക്ക് വെച്ച് വിളമ്പി ഈ നിർമ്മാനുഭവത്തിൽ പങ്കുവെച്ച് പൂവിൽ സമ്മാനങ്ങൾ കൈമാറി, വീരാളിപ്പെട്ട് കൈമാറി, പഴയ കാലഘട്ടത്തെ ഓർമ്മകൾ താളാത്മകമായി പുരാണം പാടിക്കുന്നു. വിഭവങ്ങൾ വെച്ച് വിളമ്പി നാം മനസ്സിനും ശരീരത്തിനും എല്ലാം പോഷണം നൽകത്തക്കമുള്ള ഒരാഘോഷമായി പോകുന്നത് നമ്മുടെ ആത്മീയതയുടെ ഒരു ഭാഗം തന്നെയാണ്. നല്ലൊരു കാലം ഉണ്ടാകും. തീർച്ചയായും കള്ളവും ചതിയും പ്രതിവചനവും എല്ലാം കാലത്തെപ്പറ്റിയുള്ള ഓർമ്മ ഒരു കാലമാണ് പർദീസ. ആ ഒരു പ്രതീക്ഷയിലാണ് അത് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൂക്കളം പോലെ നമ്മളുടെ സമൂഹവും അത് ജാതിയാവാം, വ്യത്യാസങ്ങളാവാം, അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അസംഖ്യമായിട്ട് ചേർത്ത് വയ്ക്കുമ്പോൾ മനോഹരമാകുന്ന പാഠം പൂക്കളം ഓരോന്നും അതിൻ്റേതായ ഇടപെടൽ ഈ സമൂഹം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. പൂക്കളം പോലെ മനോഹരമായി, കുടുംബം പൂക്കളം പോലെ മനോഹരമാണ്. ഓരോരുത്തർക്കും ശ്രദ്ധയും അംഗീകാരവും ഓരോ ഇടം കണ്ടെത്തുകയും അതെല്ലാം കൂടിച്ചേർന്ന് വരുമ്പോഴുള്ള ഒരു മനോഹരം അത് ഇടയാകാതെ സൂക്ഷിക്കുക. ചിത്രജീവികൾ നശിപ്പിക്കാം, കൊടുങ്കാറ്റുകൾ പക്ഷേ ഇളക്കി മറിക്കാം. പക്ഷേ അതിനെല്ലാം കോട്ടകൾക്ക് സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. മനസ്സിൽ പൂക്കളമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ പൂക്കളമുണ്ട്, ഇടവക കൂട്ടായ്മ പൂക്കളമുണ്ട്. ആ ഒരു സ്വപ്നത്തിലാണ്, ആ ഒരു അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണതയാണ് കൃത്യതയുള്ള സ്വപ്നമാണ്.
ആ ഒരു പ്രയാണത്തിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ കൊണ്ടുവരുന്നത് വില പകരുന്നതാണ്. വിഷവിത്യാഗം നടത്തുന്നതിന് സഹായിക്കുന്നതാണ്. ഓരോരുത്തരോടും സന്തോഷം പങ്കുവയ്ക്കുന്നതിൽ സംബന്ധിച്ചിടത്തോളം അത് അപൂർവമായ ഒരു അനുഭവമാണ്. അത് ഒരു കൂട്ടായ്മ അനുഭവം പങ്കുവയ്ക്കുന്നത് ആശംസകൾ. സ്ത്രീയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിമന്യ പിതാവ് ജോർജച്ചൻ, കർത്താവിൽ പ്രിയമുള്ളവരെ, പിതാവ് ഓർമ്മിപ്പിച്ചതുപോലെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആഞ്ഞിലൂന്ന് ഇടവകയിൽ ഓണാഘോഷ പരിപാടി നടക്കുന്നു. ഇങ്ങോട്ടൊന്ന് കയറണമെന്ന് അച്ഛൻ വിളിച്ച് ക്ഷണിച്ചപ്പോൾ തീർച്ചയായിട്ടും പിതാവ് പറഞ്ഞതുപോലെ സിനോച്ചൻ വിളിച്ചത് പ്രകാരം ഞാൻ അട്ടച്ചാക്കൽ പള്ളിയിലൂടെ പോയിട്ട് അവിടുന്ന് സദ്യയും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എങ്കിലും ഇവിടെ കടന്നു നമുക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പിതാവിൻ്റെ ഒരു സാന്നിധ്യം അല്പസമയം ഇവിടെ ചെലവഴിക്കുവാൻ സാധിച്ചു എന്നുള്ളത്. പിതാവ് ഉറപ്പിച്ചതുപോലെ നാം എല്ലാവരും സ്വപ്നം കാണുന്ന പാട്ടിൽ പാടുന്നത് പോലെ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പാടിക്കേട്ടതുപോലെ മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അമ്മമാരെല്ലാവരും ഏതാണ്ട് ഒരുപോലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒത്തൊരുമയോടെ സന്തോഷത്തോടെ കൂട്ടായ്മയോടെ ചെറിയ ഇടവകയെങ്കിലും അത് ബലമുള്ള സ്നേഹമുള്ള കൂട്ടായ്മയുള്ള ഒരു ഇടവകയായി ഇവിടെ പരിരസിക്കുന്നു എന്നുള്ളതിൽ, ഈ മലമുകളിലെ ഒരു വിളക്കായിട്ട് ഇടവക നിൽക്കുന്നു എന്നുള്ളതിൽ ഏറ്റവും സന്തോഷവും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് അട്ടച്ചാക്കന്മാർ പിലക്സിനോസ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടേതായ എല്ലാവിധ ഓണാശംസകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും ഈ ഇടവകയ്ക്ക് നേരുകയും ചെയ്യുന്നു. ഇതിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട ജോർജച്ചനോടും സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യ പിതാവിനോടുമുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യും. നമുക്ക് ഏവർക്കും അറിവുള്ളതുപോലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ചെറിയ മധ്യസ്ഥതയിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ തിരുനാൾ ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മൾ സമുചിതമായി ആഘോഷിച്ചു. അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാൾ ആഘോഷിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നു. ചുറ്റുനോമ്പാചരണത്തിൻ്റെ നാളെ തുടർന്നിരിക്കുകയാണ്. അതിനിടയിൽ കിട്ടിയതായി സമയം ക്രമപ്പെടുത്തി നമ്മുടെ ഇടവ കൂട്ടായ്മയുടെ ഓണാഘോഷവും കുടുംബസംഘവും ഒന്നിച്ച് ഇവിടെ ഒന്നിച്ചിരിക്കുന്ന ഒരു ദിവസമാണെന്ന് തോന്നുന്നു. നമുക്ക് ഏവർക്കും അറിവുള്ളതുപോലെ അഭിമന്യ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറെ തിരക്കിട്ട ദിനങ്ങളുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 3-4 മാസമായി അഭിമന്യ പിതാവ് വളരെ തിരക്കിട്ട ജോലികളിൽ നമുക്കറിയാം. പത്തനംതിട്ട ഭദ്രാസനം ആതിഥേയത്വം അരുളുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പിതാവിൻ്റെ ഭദ്രാസനവും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു. മറ്റ് സഭകളും നമ്മുടെ സഹോദരി സഭകളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഭദ്രാസനമായിട്ട് മാറിയിരിക്കുന്ന ഈ സമയത്ത് 95-ാം പുനരീക വാർഷിക സമ്മേളനത്തിന് ആതിഥേയത്വം നമ്മൾ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി തിരക്കിട്ടാണ്. എങ്കിലും അഭിമന്യ പിതാവ് ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് തീർച്ചയായിട്ടും വരും. ആ ഇടവകയോട് എനിക്ക് വലിയ കടപ്പാടുണ്ട് എന്ന് പറയുകയും ഈ തിരക്കിട്ട സമയത്തിനുള്ളിൽ തിരക്കിട്ട സമയത്ത് പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ഓണാഘോഷവും ഈ കുടുംബ സംഘങ്ങളോടും പങ്കാളിയായിത്തീരുന്നു എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇത് ചരിത്ര മുഹൂർത്തമായിട്ട് ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ ഓർമ്മയിൽ ഇന്നും സൂക്ഷിക്കും. 5 പേരിൽ ഞങ്ങൾ പുതുക്കി പണിഞ്ഞ ദേവാലയം ഇന്ന് ഏതാണ്ട് 17-21 അംഗങ്ങൾ അഭ്യുതകാംക്ഷിയുടെ കൂട്ടി 21 അംഗങ്ങൾ ഉണ്ടെന്നുള്ളതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. പിതാവ് ഈ ഇടവകയോട് കാണിക്കുന്ന എല്ലാ കൈത്താങ്ങിനും കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും ഞങ്ങൾ ഹൃദയംഗമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. പിതാവിൻ്റെ എല്ലാ മുമ്പോട്ടുള്ളതായ എല്ലാ പ്രയാണത്തിലും ഞങ്ങളുടെ ഇടവ മക്കൾ ഒന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇടവ മക്കളുടെ എല്ലാവരുടെയും പേരിൽ പിതാവ് ഏറ്റെടുത്തിരിക്കുന്ന വലിയ ദൗത്യം അത് പിന്നെ അഭംഗരം അത് നടത്തുവാനായിട്ട് പിതാവിൻ്റെ ശക്തി പകരുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥനയുണ്ട്. പിതാവിൻ്റെ പ്രാർത്ഥനയിൽ നമ്മളെ ഓർക്കണമെന്ന് കൃത്യമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പിതാവിന് എല്ലാ നന്മകളും ഓണത്തിൻ്റെ എല്ലാ ആശംസകളും അതുപോലെ തന്നെ അട്ടച്ചാക്കൽ പിലക്സിനോസ് ഓർത്തഡോക്സ് മഹായിടവകയുടെ വികാരിയായിരിക്കുന്ന അഖിൽ അച്ഛൻ്റെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞാൻ സിനുവച്ചനെ മാറി ഞങ്ങൾക്കൊരു പുതിയ വികാരി ഇവിടെ താമസം ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ വികാരിയെ കാണുവാനായിട്ടും ഇതിലേക്കൊന്ന് കടന്നു വരുവാനായിട്ടും ആഗ്രഹം ആദ്യം ഇങ്ങോട്ട് പ്രകടിപ്പിച്ചത് ബഹുമാനപ്പെട്ട അഖിലച്ചൻ തന്നെയാണ്. അത് ഇന്നിവിടെ നല്ലൊരു ദിനത്തിൽ തന്നെ അത് അച്ഛന് ഏറ്റവും സന്തോഷമായിട്ട് അത് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ സഹകാരിയായ വിപിനച്ചൻ്റെ സാന്നിധ്യവും കൂടി ഉണ്ടായിരുന്നു. 2 ജനപ്രതിനിധികളുടെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ
മെമ്പർ പ്രിയപ്പെട്ട ജിയോയുടെയും വാർഡ് മെമ്പർ പ്രിയപ്പെട്ട തോമസ് കാലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇടവ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ അഭ്യുതകാംക്ഷികളായിട്ടുള്ള ഓർത്തഡോക്സിലെ മറ്റ് ഇതര സഭകളിലെ ഒക്കെ ആളുകൾ വന്നുകൂടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് സന്തോഷം ഇരട്ടിയാക്കുന്ന ഒരു മുഹൂർത്തം കൂടിയാണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഓണത്തിൻ്റെതായ എല്ലാ ഐശ്വര്യവും സമ്പദ്സമൃദ്ധിയും നിറഞ്ഞതായ ഒരു നല്ല പൊന്നോണം ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നൽകിക്കൊണ്ട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സമർപ്പിച്ചതിന് നന്ദി അറിഞ്ഞുകൊണ്ട് നന്ദി. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ
പറക്കണ പൂവേ 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 കളറാവട്ടെ ചിരി 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 இப்போதே கேட்டு பார் என்னை சொல் நீ മൃതഗീതികളെന്നും ഉണരുന്ന വേദിയിൽ കൃഷ്ണമേളികളിതാ തെടുന്നീ വിസ്മയത്തെ വിശ്വദിക്കുകളിതാ എൻ മുന്നിൽ നനയും നീ salam salam
ഏറ്റവും പ്രിയമുള്ള ഇടവക അംഗങ്ങളെ, ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങളുടെ ആയിരിക്കുക. പ്രത്യേകിച്ചും എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ അച്ഛനായിട്ട് ഇതുപോലൊരു ആഘോഷം അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും പറയുന്നതാണ്. അതുപോലെ മനസ്സ് നിറഞ്ഞ ഒരു അനുഭവമാണ്. അച്ഛനായിട്ട് ഒത്തിരിയേറെ സന്തോഷിച്ച ഒരു ഓണാഘോഷമായിരുന്നു ഇന്നത്തത്. അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരു കുടുംബം പോലെ നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ ആ ഒരു സ്നേഹബന്ധത്തിൽ നമ്മളെല്ലാവരും പരസ്പരം കരുതിയും സ്നേഹിച്ചും ഈ ഒരു ഓണം ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ അത് നമുക്ക് ഒത്തിരിയേറെ സന്തോഷമാണ് അല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ഒരു അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ്റെ ഏറ്റവും പ്രൈമറി സന്തോഷവും എല്ലാം ഇരിക്കുന്ന അച്ഛൻ്റെ ഇടവകയിലാണ്. അച്ഛൻ്റെ ഇടവകയിലെ അംഗങ്ങൾ അതുപോലെ സ്നേഹത്തോടു കൂടിയാണെങ്കിൽ ഒരച്ഛൻ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കും, അല്ല എങ്കിൽ ഏറ്റവും കൂടുതൽ ദുഃഖവും അനുഭവിക്കും. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ഒന്നിച്ചാണ്. അപ്പം ഞാൻ പഠനത്തിൻ്റെ ചൂടൊക്കെ കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഞാൻ ഒത്തിരിയേറെ റിലാക്സ്ഡ് ആവാറുണ്ട്, ഒത്തിരി സന്തോഷിക്കാറുണ്ട്. എന്ത് വിഷമമൊക്കെ വന്നാലും ഞാൻ മനസ്സിൽ പറയും എനിക്ക് നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊരു ഉറപ്പ് ഇപ്പോഴുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷവും കൂട്ടായ്മയുടെ ഒരു ആഘോഷമായിരുന്നു ഇന്നത്തെ ഓണാഘോഷം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഒന്നിച്ച് എപ്പോഴും ഓർത്തോണം, ഈ ഒരു കൂട്ടായ്മ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഒരു ചെറിയൊരു വഴക്കോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ മതി, ഇതെല്ലാം ഇല്ലാതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മളൊന്ന് താന്നു കൊടുക്കേണ്ടതായിട്ട് വരുമായിരിക്കും, പക്ഷേ അത് നമുക്ക് ഒത്തിരിയേറെ സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ പരിപാടികളൊക്കെ ഇത്രയും മനോഹരമാക്കാൻ സാധിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ട്രസ്റ്റി സൈച്ചായന്, ലാലച്ചായന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ടെൻഷനും അനുഭവിക്കേണ്ടി വരുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ അതെല്ലാം ഇവിടെ കാണും, അതെല്ലാം തയ്യാറാക്കി. ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നപ്പോൾ മത്സരത്തിനുള്ള സാധനങ്ങൾ പോലും എല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ലാലിച്ചായനാണെങ്കിൽ ഇന്നലെ ഓട്ടത്തിന് പോയില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഷൈച്ചാൻ ഇവിടെ തന്നെയുണ്ട്. 2 ദിവസം മുമ്പ് ഷൈച്ചാൻ ഭക്ഷണം പോലും കഴിച്ചില്ല. അതിൻ്റെ ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അപ്പൊ സൈച്ചാന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്കറിയാം ആ സാധനം കുറയും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ഈ പള്ളിയോട് കാണിക്കുന്നു. എനിക്കറിയാം, എനിക്ക് സൈച്ചാൻ ഇവിടെ ഒരു കാര്യം മനോഹരമായിട്ട് നടക്കുന്ന സൈച്ചാൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ സന്തോഷമാണ്. അത് ലാലിച്ചാൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവർ രണ്ടുപേരും പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കുന്ന 2 മനുഷ്യരാണ്. ഇവരുടെ സന്തോഷം കാണുമ്പോൾ, ഇവരുടെ എനർജി കാണുമ്പോൾ ഒരിക്കലും നമുക്ക് പുറകോട്ട് പോകാൻ തോന്നുന്നില്ല, മുമ്പോട്ട് യാത്ര ചെയ്യാനേ തോന്നുന്നുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്ര മനോഹരമായിട്ട് ഈ ഓണാഘോഷം ക്രമീകരിച്ചതിന് പ്രിയ സൈച്ച, ലാലിച്ച ഒത്തിരിയേറെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ കലാപരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജിബിയും മെൽനായും ഒക്കെ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു. മെൽനായും ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു. ഇത് വളരെ മനോഹരമായിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്തു. നിങ്ങളുടെ എനർജി എന്നും ഉണ്ടാവണം നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ എനർജി നമ്മുടെ ഇടവകയുടെ എനർജിയാണ്. അപ്പോൾ അതെന്നും അതുപോലെ ഉണ്ടാവട്ടെ. കൂടുതൽ ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരൊക്കെ ഈ സദ്യയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് വൃത്തിയാക്കാനും ഒക്കെ ഇവരൊക്കെ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട്. നമുക്കറിയാം, രാവിലത്തെ നമുക്കെല്ലാവർക്കും പുഴുക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി തന്നു, ഏറ്റവും രുചികരമായ ഭക്ഷണം. അപ്പോൾ ഇതിനൊക്കെയും പിന്നിൽ നമ്മുടെ എല്ലാവരുടെയും കഷ്ടപ്പാടുകളുണ്ട്. പ്രത്യേകിച്ച് അമ്മമാരെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അതുപോലെ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ അഭിനന്ദിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ പരിപാടികളെല്ലാം ക്രമീകരിച്ചിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണെങ്കിൽ ഈ പരിപാടികളൊന്നും അതിൻ്റെ ആ സന്തോഷത്തിലോ ഭംഗിയിലോ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. എല്ലാവരും യാതൊരുവിധ സഭാകമ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് എല്ലാ കാര്യങ്ങളിലും ഒന്നു ചേർന്ന് ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നത്, അല്ലെങ്കിൽ ഓണം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നതാണ് പരസ്പര കൂട്ടായ്മയും ഈ ഒരു സ്നേഹബന്ധവുമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സഹകരണത്തിന് ഇത്രയേറെ സമയം, കുറച്ച് പേരൊക്കെ പോയി, എന്നിരുന്നാലും നിങ്ങൾ ഇത്രയും പേര് ഇത്രയും നേരവും ഇവിടെ ഈ സന്തോഷത്തോടു കൂടെ നമ്മളെല്ലാവരും ഒന്നിച്ച് ഇവിടെ ആയിരുന്നു. പ്രത്യേകമായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും ഇടവകയുടെ പേരിലുള്ള നന്ദി ഏറെ സ്നേഹത്തോടെ അറിയിക്കുക.
അപ്പോൾ ഇനിയും ഇതുപോലെ നമ്മുടെ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ഈ ആഘോഷങ്ങൾ മാത്രമല്ല പ്രാർത്ഥനകളിലൂടെയും ഒക്കെ ഈ കൂട്ടായ്മ ശക്തിപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ആഞ്ഞിലികുന്ന ദേശത്തിന് നമ്മളൊരു അനുഗ്രഹമായി തീരണം. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നവും പ്രാർത്ഥനയും. അതുപോലെ ഈ ദേശത്തിനൊക്കെ ഇപ്പോൾ തന്നെയാണെങ്കിലും നമ്മുടെ അച്ഛനൊക്കെ ആണെങ്കിലും ഒത്തിരി സന്തോഷമായി നമ്മുടെ കൂട്ടായ്മയിലേക്ക് നമ്മുടെ അച്ഛനത് അവിടെ ഇരുന്നപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയായിട്ട് നമ്മുടെ ഈ ലോക കൂട്ടായ്മ പ്രത്യേകം മാറണം. അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് വൈകുന്നേരം മുതൽ നമ്മൾ 8 നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും, കൊച്ചു നോമ്പാണ്, 8 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും നോമ്പെടുത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, ജപമാല ചൊല്ലുവാനും ബൈബിൾ വായിക്കാൻ, കൂടുതൽ പ്രാർത്ഥനയിലും നോമ്പിലുമൊക്കെ ഈ ദിവസങ്ങൾ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. ഈ ദേവാലയം പണി തീർന്നിട്ട് അല്ലെങ്കിൽ പുതുക്കി പണിഞ്ഞിട്ട് 15 വർഷം പിന്നിടുന്നു. എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു മാസം എന്ന് പറയുന്നത് ഈ ഓഗസ്റ്റ് മാസം 1 മുതലാണ് 15 വരെയും അതിനുശേഷം ഉള്ള ഈ 31 വരെയുള്ള ദിവസങ്ങളുമാണ്. ഞാനിത് പറയാൻ കാരണം, ആഗ്രഹിച്ചതൊക്കെ നമ്മൾ എന്തൊക്കെ അത് പൂർത്തീകരിക്കണം, അതൊക്കെ ഏറെക്കുറെ ഭംഗിയായിട്ട് അല്പസ്വല്പം കാര്യങ്ങൾ മുടങ്ങിക്കിടങ്ങുന്നെങ്കിലും മനസ്സിന് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളൊന്നും ആഗ്രഹിച്ചതല്ല എത്രയൊക്കെ മനോഹരമായിട്ട് ദേവാലയവും അതിൻ്റെ ചുറ്റുപാടും ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാനായിട്ട്. നമുക്കറിയാം ഈ മാസത്തിൻ്റെ പ്രാധാന്യം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ, അതിനോട് ചേർത്ത് വെച്ച് ജനന പെരുന്നാൾ ഒക്കെ ആഘോഷിക്കുന്ന ഈ വേളയിൽ മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്കറിയാം. ഏതാണ്ട് 35 വർഷത്തിൽ കൂടുതലായി നമ്മുടെ ആ കുരിശടി ഒരു വല്ലാത്ത ഒരു രീതിയിൽ നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റുപാടും കാടും ഒക്കെ പിടിച്ച് നമുക്കൊക്കെയും കാണുമ്പോൾ പലരുടെയും മനസ്സിന് വിഷമമുള്ള രീതിയിൽ അത് എത്രയും പെട്ടെന്ന് ഏറ്റവും നല്ല മനോഹരമാക്കി തീർക്കാനായിട്ട് സാധിച്ചു. അതിനോട് അനുബന്ധമായിട്ട് ആ കുരിശടിയിൽ സ്ഥാപിച്ച നമ്മുടെ മെഴുകുതിരി സ്റ്റാൻഡാണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ കാണിക്ക വംശി, പിന്നെ ദേവാലയത്തിനോട് അനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുവാനായിട്ട്, ഇതൊന്നും നമ്മൾ എല്ലാവരുടെയും പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഈ ചെറു സഹായങ്ങൾ ഒക്കെ ചെയ്തത്. ഏറ്റവും സന്തോഷമുള്ളത് ഒത്തിരി സ്വാതന്ത്ര്യം എനിക്ക് തന്നു. ഇടവ കമ്മിറ്റിയോ അല്ലെങ്കിൽ പതിവോ ഒന്ന് വിളിച്ചു കൂട്ടി പെട്ടെന്ന് ആലോചിക്കാനൊട്ടും പറ്റിയില്ലെങ്കിലും ഞാൻ എന്ത് പറഞ്ഞാൽ ഒരു ഫോണിൽ കൂടെ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ അതിനോട് നിങ്ങളൊക്കെയും സഹകരിച്ചു. അല്ലാതെ എൻ്റെ മാത്രം ഞാനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ പദ്ധതി അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെയും കൂട്ടായ ഒരു സഹകരണം. അത് 5 പേരിൽ നിന്ന് 7 പേരാകുമ്പോഴും 7 നിന്ന് 14 ആകുമ്പോഴും 14 നിന്ന് 21 ആകുമ്പോഴും എല്ലാവരും അതിൽ പൂർണ്ണമായിട്ട് സഹകരിച്ചു. നിങ്ങളുടെ ചെറുതും വലുതുമായ സംഭാവനകൾ ഇന്നലെ തന്നെ എനിക്ക് ഒത്തിരി 5 രൂപ അല്ലെങ്കിൽ 7 രൂപ എന്നവർ വീണ്ടും ആഹാരത്തിനായിട്ട് 2000 രൂപ ഇവിടെയൊക്കെ തരുമ്പോൾ മനസ്സ് അധികമായിട്ട് സന്തോഷിച്ചു. അല്പമായും അധികമായും. കാരണം ഞാൻ അല്പം ത്യാഗവും അല്പം ഇത് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. എനിക്ക് യാതൊരു ക്ഷീണവും എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായിട്ടില്ല. ഞാൻ രാത്രി 11:30 കിടന്നാലും വെളുപ്പിന് 4 മണിക്ക് മുമ്പായിട്ട് എണീക്കുന്നുണ്ട്. യാതൊരു ക്ഷീണവും വരാതെ ദൈവം വഴി നടത്തി. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരു വികാരി അച്ഛന് നമ്മുടെ ദേവാലയത്തോടെ ചേർന്ന് താമസം നിർമ്മിച്ചത് നമുക്കൊക്കെയും ഏറ്റവും സന്തോഷവും, നമുക്കൊക്കെയും അത് തന്നെയല്ല ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ നമുക്ക് തമാശ പറയാം, അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ മുഖം ഒരിക്കലും കറക്റ്റ് ഞാൻ കണ്ടിട്ടില്ല. ആരോടും ക്ഷോഭിച്ചോ ആരോടും ഒരു മനസ്സിൽ എന്തെങ്കിലും വെച്ച് പുലർത്തിയല്ലോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അത് തമാശയായിട്ടത് പറഞ്ഞ് സത്യമാണെന്ന് ഒരു കൊച്ചു കുഞ്ഞിയുടെ സാക്ഷ്യപ്പെടുത്തി സത്യം തന്നെയാണ് പറയുമെങ്കിൽ എൻ്റെ ഉള്ളിൽ തട്ടി അത് പറഞ്ഞതാണ്. അപ്പോൾ അത് എല്ലാവർക്കും പിന്നെ അല്പം സ്വല്പം ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകും. അത് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ അത് മാറിപ്പോകുന്ന ഒരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ദേവാലയത്തിനോട് ചേർന്ന് നിന്ന് ആരെങ്കിലുമൊക്കെ ഈ ദേവാലയത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു കണ്ണീരൊരുക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ സാക്ഷ്യം പറയുകയാണ്. കാരണം ഈ ദേവാലയത്തിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ഇവിടെ കുത്തിയിരുന്നുകൊണ്ടാണ് ഞാൻ ഓരോ ഇന്ന സാധനം വേണം എന്നൊക്കെ അല്ലെങ്കിൽ വാഗ്ദാനം ഓഫറൊക്കെ വേണമെന്ന് പറയുമ്പോൾ അത് വളരെ ഔദാര്യ മനോഭാവത്തിലൂടെയാണ് അതൊക്കെ നൽകിയിട്ടുള്ളത്. ഇന്നലെയും ഒരു 10,000 രൂപ ബോംബെയിൽ നിന്ന് എൻ്റെ ഒരു സഹോദരൻ അയച്ചതെന്ന് ചോദിച്ചാൽ ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്നും ആവശ്യങ്ങൾക്ക് നമുക്ക് എല്ലാവരും കൈത്താനായിട്ട് നിൽക്കും. അപ്പോൾ അതിന് യാതൊരു സംശയമില്ല. ഈ തരുണത്തിൽ ഞങ്ങളുടെ വികാരിയച്ഛന് പ്രത്യേകമായിട്ട് ഞങ്ങളോട് കാണിക്കുന്നതായ ആ വലിയ സ്നേഹത്തിന്, ഞങ്ങൾക്ക് തരുന്ന പ്രോത്സാഹനത്തിന്, ഞങ്ങളെ കരുതുന്നതിന് ഹൃദയത്തിൻ്റെ ഭാഷയുടെ അങ്ങോട്ടുള്ള നന്ദിയും സ്നേഹവും എല്ലാവരും ലാലുവിനെ സംബന്ധിച്ചോളം ഒത്തിരി വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എനിക്കറിയാം.
എങ്കിലും പള്ളിയോടുള്ളൊരു പ്രതിബദ്ധത, അദ്ദേഹത്തിൻ്റെ ഉപജീവനം ചക്രവാഹനം ഓടിച്ചാണ് ഇന്ന് ദേവാലയത്തിൽ എന്നോട് പറഞ്ഞു ചോദിച്ചാൽ കുർബാനയിൽ പൂർണ്ണമായിട്ട് പങ്കെടുക്കുവാൻ എനിക്ക് സാധിക്കത്തില്ല, 7:30 വരെയും അത് കഴിഞ്ഞിട്ട് എനിക്ക് അർജൻറ്റായിട്ട്, അതായത് പെൻഡിങ് വെച്ചില്ല, ഓട്ടം കുറച്ച് പൈസ ഇവിടെ കിട്ടാനുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. അങ്ങനെ പോയി രാവിലെ പോയി അദ്ദേഹത്തിൻ്റെ ജോലി കാര്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം ഇവിടെ വന്ന് ഉത്തരവാദിത്വബോധത്തോടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി ഉള്ളത് നന്ദി ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുന്നത്. എല്ലാവരെയും സഹോദരങ്ങളെങ്കിലും സന്തോഷമാണെങ്കിലും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജോർജി, എല്ലാ കുടുംബാംഗങ്ങളും പ്രസംഗങ്ങളുടെ അമ്മമാരി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തതായ സേവനങ്ങൾ, അതിൽ 8 ദിവസം അശ്വതി അമ്മയുടെ ജനനത്തിനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ആചരണത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളൊക്കെയും കൂടുതൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ടെങ്കിൽ എല്ലാ കുടുംബത്തിനും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് അമ്മയുടെ മധ്യസ്ഥയാഴ്ച പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഓണത്തിൻ്റെ ഐശ്വര്യവും സമ്പൽസമൃദ്ധിയും തിക്ക് നിറഞ്ഞതായ നല്ല ഒരു ഓണം എല്ലാവർക്കും ഉണ്ടാകട്ടെ, കൂടുതൽ നന്മകൾ എല്ലാ ഇടമക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് ദിവസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആവശ്യമുണ്ട്. ഒരു കാര്യം പ്രത്യേകം കുർബാന കഴിഞ്ഞ് പറയണമെന്ന് ഓർത്താണ്, നമ്മുടെ ഇന്നത്തെ വിശുദ്ധ കുർബാന അത് ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ വളരെ ഇമ്പത്തോടെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർഗനൊക്കെ വായിച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ എത്ര ആലോചിച്ചാലും ഇന്നത്തെ കുർബാന വളരെ മനോഹരമായിരുന്നു. പ്രത്യേകിച്ചും എനിക്കാണ് നമ്മൾ പെട്ടെന്ന് കുർബാന തീർക്കണമെന്നാണ് മനസ്സിച്ചത്, പക്ഷേ അത് ഏറ്റവും ആഘോഷമായ രീതിയിൽ നമുക്കത് നടത്തുവാനായിട്ട് സാധിച്ചു. പ്രത്യേകമായിട്ട് കീബോർഡൊക്കെ വായിച്ച് ഏറ്റവും അത് സന്തോഷിച്ചാലും വളർന്നു വരുന്ന മറ്റൊന്നിലായി ഇന്നലെ പാട്ട് പാടിയപ്പോഴാണ് അതെ ഇത്രയും നന്നായിട്ട് പാട്ട് പാടുമ്പോൾ അതെ ഇനി മുമ്പോട്ട് വരണം. നമുക്കിതുപോലെ വളരെ ഈ ഒരു കൊയറും ഇതുപോലൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യണം. വളരെ നല്ലൊരു കുർബാനയായിരുന്നു. ഒരിക്കൽ കൂടെ ആരോഗ്യത്തിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതിനോടൊപ്പം ഗിഫ്റ്റിയും നമ്മുടെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കറിയാം നല്ല മാധുര്യമുള്ള സ്വരമുള്ള കുഞ്ഞാണ്. അപ്പോൾ വീണ്ടും ഇതുപോലെ നമുക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും. 2023 വരെ ഏതാണ്ട് 4 വർഷക്കാലം നമ്മുടെ ഇടവകയ്ക്ക് സുദീർഘമായ സേവനം അനുഷ്ഠിച്ച വലിയ വൈദികനാണ്. ഇപ്പോൾ പത്തനംതിട്ട നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛനെ ഏറ്റവും ആഗ്രഹിച്ചതാണ് ഇതിൻ്റെ റൂഫ് എങ്ങനെ, കാരണം ഇത് കോൺക്രീറ്റ് ചെയ്ത സമയത്ത് തന്നെ അച്ഛൻ പറഞ്ഞതാണ് ഇത് നിങ്ങൾ പ്ലാസ്റ്ററിംഗ് ഒന്നും ചെയ്യേണ്ട, ഇത് ടൈലിട്ടൊരു മനോഹരമാക്കി എന്തെങ്കിലും പരിപാടിക്ക് അത് വിവേകമാക്കണമെന്ന് അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് സഫലീകരിച്ചു. അച്ഛനെ അത് ഏതാനും ദിവസം 15-ാം തീയതിയാണിത് ഔദ്യോഗികമായിട്ട് നമ്മൾ ആദ്യത്തെ ഭക്ഷണം ഇതിനകത്ത് വിളമ്പി നമ്മളിത് എൻ്റെ ഉദാശകരണം കൊണ്ട് അവിടെ നടത്തിയത്. അച്ഛൻ്റെ സാന്നിധ്യം ഈ ഓണ ദിവസം അല്ലെങ്കിൽ ഓണം ആഘോഷിക്കുന്ന ദിവസത്തിൽ തന്നെ അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടായത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷത്തിന് അത് വക നൽകുന്നതാണ്. അച്ഛൻ്റെ സാന്നിധ്യത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. വലിയൊരു ഉത്തരവാദിത്തമാണ് അച്ഛൻ ഇപ്പോൾ ഏറ്റിരിക്കുന്നത്. വിദേശ വാർഷിക ആഘോഷങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെയും